അപ്പോൾ ഗായ്സ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മാച്ച് കാണുന്നുണ്ടായി. ആ ഒരു മാച്ചിനകത്ത് വിങ്ങിന്നൊരു ഗോളുണ്ട്. ഗോൾ പോയില്ല, വിങ്ങിന്നൊരു ഷോട്ട് ഉണ്ടായി. ആ ഒരു ഷോട്ട് അങ്ങനെ കേർവ് ചെയ്ത് വന്ന് ഗോളിയുടെ കൈ തട്ടി പോസ്റ്റ് അടിച്ച് വെളിയിലോട്ട് പോയി. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ച കേസാണ്, ഓക്കെ ഈ വരുന്ന വ്യാഴാഴ്ച അപ്ഡേറ്റിൽ മെസ്സിയുടെ ഈ ഒരു കാർഡ് ഇവിടെ വന്നിരിക്കുന്നു. വിചാരിച്ച പോലെ തന്നെ കിട്ടി. വന്നപ്പോൾ തന്നെ ഞാൻ 100 പോയിന്റ് കറക്കി എടുത്തു. ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടി. അപ്പോൾ ഈ കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഫ്രീ കിക്ക് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബൂസ്റ്റർ വന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും അത് മാത്രമല്ല, എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ബേസ്, അതായത് എൻ്റെ ഒരു സെക്കൻഡറി അക്കൗണ്ടാണ്, മെയിൻ അക്കൗണ്ട് അല്ല. സെക്കൻഡറി അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ബേസിൽ നിന്ന് വീണ്ടും പ്ലെയേഴ്സിനെയൊക്കെ എടുത്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ കിട്ടിയിരിക്കുന്ന മെസ്സി തന്നെയാണ്. പിന്നെ ബാക്കി ഒരുപാട് ഫ്രീ കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. റൊണാൾഡോ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് 97 വരെ എൻ്റെ റേറ്റിംഗ് വരത്തുള്ളൂ, കാരണം എനിക്ക് മാനേജർ ഇല്ലാത്തതുകൊണ്ട്. മാനേജറിനെ മേടിക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഏതൊരു മാച്ച് കളിച്ച് നോക്കാം. കളിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ട്രെയിനിങ് മാത്രമേ നോക്കുന്നുള്ളൂ. ആദ്യമേ അതല്ലാത്തുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കട്ടെ. അത് വെച്ച് അതിനനുസരിച്ച് നമുക്ക് കളിക്കാം.